നമസ്കാരം. ഗെയിമിംഗ് കൺസോൾ തടഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കം കലാശിച്ചത് ദാരുണമായ കൊലപാതകത്തിൽ. സ്വന്തം ജന്മദിനത്തിൽ പിതാവിനെ വെടിവെച്ചു കൊന്ന 11 വയസ്സുകാരന്റെ വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേൾക്കുന്നത്. അച്ഛന്റെ കൈകളിൽ നിന്നും ജന്മദിനാശംസകൾ ഏറ്റുവാങ്ങി മണിക്കൂറുകൾക്കകം സ്വന്തം പിതാവിന്റെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് സാക്ഷിയായിരിക്കുകയാണ് അമേരിക്കയിലെ പെൻസിൽവേനിയ. 42 വയസ്സുകാരനായ ഡഗ്ലസ് ഡൈറ്റ്സ് ആണ് ദത്തുപുത്രന്റെ വെടിയേറ്റു മരിച്ചത്. പെൻസിൽവാനിയെ നടുക്കി ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലം തികച്ചും ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. ആ ദിവസം കുട്ടിയുടെ 11ാം ജന്മദിനമായിരുന്നു. ജന്മദിനത്തിന്റെ സന്തോഷങ്ങൾക്കിടയിലും അച്ചടക്കം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി പിതാവായ ഡഗ്ലസ് ഡൈറ്റ്സ് മകന്റെ ഗെയിമിംഗ് കൺസോൾ എടുത്തു മാറ്റി. കുട്ടി തുടർച്ചയായി ഗെയിമിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് പിതാവ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നത്. കേവലം 11 വയസ്സ് മാത്രമായ കുട്ടിയെ ശാസിക്കുക മാത്രമാണ് ഡഗ്ലസ് ഡൈറ്റ്സ് ചെയ്തത്. ഇത് കുട്ടിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തനിക്ക് പ്രിയപ്പെട്ട ഗെയിമിംഗ് ഉപകരണം നഷ്ടപ്പെട്ടതിലെ ദേഷ്യവും നിരാശയും ആ 11 വയസ്സുകാരനിൽ കടുത്ത പ്രതികാര ചിന്ത ഉണ്ടാക്കി. രാത്രി എല്ലാവരും ഉറങ്ങാൻ പോയെങ്കിലും കുട്ടി ശാന്തനായിരുന്നില്ല. തന്റെ ദേഷ്യം തീർക്കാൻ അവൻ തെരഞ്ഞെടുത്തത് പിതാവിന്റെ തന്നെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന തോക്കായിരുന്നു. അർദ്ധരാത്രിയോടെ തോക്കുമായി മാതാപിതാക്കൾ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിലേക്ക് അവൻ അതിക്രമിച്ചു കയറി. പിതാവ് തന്റെ മകന് ജന്മദിനാശംസകൾ നേർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തം മകൻ തന്നെ തനിക്ക് നേരെ വെടിയുതിർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകില്ല. ഉറക്കത്തിലായിരുന്ന ഡഗ്ലസിനെ ലക്ഷ്യമാക്കി കുട്ടി നിറയൊഴിച്ചു. തലയ്ക്ക് വെടിയേറ്റ ഡഗ്ലസ് തൽക്ഷണം മരിച്ചു. വെടിവെച്ച കേട്ട് ഉണർന്ന ഭാര്യ ജിലിയൻ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിനെയാണ്. ഒരു ചെറിയ തർക്കമോ ശിക്ഷണമോ ഇങ്ങനെ ഇത്രയും വലിയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നത് സമൂഹത്തെയും നിയമ സംവിധാനത്തെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതാണ്. കുട്ടികളെ നിയന്ത്രിക്കാനാവാത്ത ദേഷ്യവും ആയുധങ്ങൾ അവർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിൽ അപകടവുമാണ് പശ്ചാത്തലം വ്യക്തമാക്കുന്നത്. എന്തായാലും 11 വയസ്സുകാരനെ കോടതിയിൽ ഹാജരാക്കി കൈവിലങ്ങണിയിച്ചാണ് കുട്ടിയെ കോടതിയിൽ ഹാജരാക്കിയത്. കോടതിക്ക് മുൻപാകെ ഞാൻ ഡാഡിയെ കൊന്നു, എനിക്ക് എന്നെ തന്നെ വെറുപ്പാണെന്നാണ് കുട്ടി ഏറ്റു പറഞ്ഞത്. കോടതിയിലേക്കുള്ള യാത്രക്കിടെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും കുട്ടി മൗനം പാലിച്ചു. നടക്കുന്നതിനിടെ തട്ടിവീണ കുട്ടിയെ ഉദ്യോഗസ്ഥർ പിടിച്ചെഴുന്നേൽപ്പിച്ചാണ് കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോയത്. കോടതി രേഖകൾ പ്രകാരം കൊല്ലപ്പെട്ട ഡഗ്ലസും ഭാര്യ ജിലിയനും ചേർന്ന് 2018 കുട്ടിയെ ദത്തെടുത്തത്. ഏകദേശം 6 വർഷത്തോളമായി കുടുംബത്തിന്റെ ഭാഗമായിരുന്നു കുട്ടി. ദത്തെടുത്ത മാതാപിതാക്കളുമായി കുട്ടിക്ക് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അതോ മുൻപുണ്ടായിരുന്ന എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളാണോ ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നത് ഗൗരവകരമായ ചോദ്യമാണ്. കുട്ടിയുടെ മുൻകാല പശ്ചാത്തലമോ ദത്തെടുക്കുന്നതിന് മുൻപുള്ള സാഹചര്യങ്ങളോ ഈ കേസിലെ പെരുമാറ്റത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നിയമവിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. അമേരിക്കയിലെ ശിക്ഷാ നിയമങ്ങൾ പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നതാണ്. പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികൾക്ക് നിർബന്ധിത ജീവപര്യന്തം അഥവാ മാൻഡേറ്ററി ലൈഫ് വിതൗട്ട് പരോൾ നൽകുന്നത് US സുപ്രീം കോടതി നേരത്തെ നിരോധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പ്രായവും പക്വതക്കുറവും പരിഗണിക്കണം എന്നാണ് പരമോന്നത കോടതിയുടെ നിലപാട്. പെൻസിൽവാനിയയിലെ നിയമങ്ങൾ ഇപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കടുത്ത ശിക്ഷകളൊക്കെ അനുവദിക്കുന്നുണ്ട്. ജുവനൈൽ ലോ സെന്റർ അതിനെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് എത്രത്തോളം ശിക്ഷ നൽകാനാകും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തീരുമാനം വന്നിട്ടില്ല. പ്രതിക്ക് വെറും 11 വയസ്സ് മാത്രമാണുള്ളതെങ്കിലും കൊലപാതകത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുട്ടിയെ മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യണമോ അതോ ജുവനൈൽ കോടതിയിൽ പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കേണ്ടതുണ്ട്.